നമസ്കാരം. വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് വൈബർഗുഡിന്റെ ബിഗ് ബോസ് അപ്ഡേറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ദേവുവിന്റെ അഭിപ്രായം അബൌട്ട് കറന്റ്ലി ഉള്ള ബിഗ് ബോസ് സീസൺ 7 കുറച്ച് കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് അങ്ങനെയും പറയാലോ. എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഓണം ഇങ്ങ് എത്താറായി. അതിന്റെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഫുള്ളി എൻജോയ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓണം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെറായിൽ ഹോസ്റ്റേഴ്സിന്റെ ഒരു റിസോർട്ടിൽ പോയതിന്റെ ഫുൾ വ്ലോഗ് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം ലൈവായിട്ട് അപ്പൊ എനിക്ക് കണ്ടന്റ് തരാൻ പറ്റുന്നില്ല ബിഗ് ബോസിനെ പറ്റിയിട്ട്. കുറച്ച് തിരക്കായതുകൊണ്ടാണ്. എന്നാലും വളരെ സംസാരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വൈൽഡ് കാർഡ് കയറി മസ്താനി കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു നഗ്ന സത്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പ് ഏതാണ്, ഗ്യാങ് കാണാതെ നടക്കുന്നത് ആരാണ്, വെരി ബോറിംഗ് ആരാണെന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സീസൺ 6 5 അനുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഗ്രൂപ്പ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. അതിന്റെ വേറൊരു വേർഷൻ. അപ്പം മസ്താനി പറഞ്ഞു ഗ്രൂപ്പായിട്ടുള്ളത് നമ്മുടെ അപ്പാനിയാണ്, കാണാതെ നടക്കുന്നത് ആര്യനാണെന്ന്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ആര്യനാണ് അതിന്റെ ഒരു പില്ലർ എന്ന് പറയുന്നത്. അപ്പൊ ആര്യൻ അത് കാണാതെ നടക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ പറഞ്ഞ ഒരു സത്യമുണ്ട്. അവിടെ വെരി ബോറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി രേണു സുധി ആണെന്നുള്ളത്. ബോറിംഗ് എന്ന് ഞാൻ ഒരാളെ അങ്ങോട്ട് താൻ ഭയങ്കര ബോറാടോ എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചത് ബിഗ് ബോസ് കൊടുത്ത ഒരു ടേം അതായതുകൊണ്ടാണ്. യെസ്, രേണു സുധി വളരെയധികം കണ്ടന്റ് തരുമെന്ന് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു. ഞാനും പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്റെ അടുത്തും പറഞ്ഞിട്ട് പോയത് ഇനിയൊന്നും നോക്കാനില്ല, ഞാൻ രണ്ടും കൽപ്പിച്ച് കളിക്കുമെന്നാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ നല്ല ടൈമാണ് രേണു ഇപ്പൊ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു എന്ന് പറയണതിൽ അർത്ഥമില്ല. അവിടെ 70+ ക്യാമറ ഉണ്ടായിട്ടും ഇതിലൊന്നും പെടാതെ എങ്ങനെ നടക്കാൻ പറ്റുന്നു എന്ന് മസ്താനി ചോദിച്ചത് വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 ദിവസം കണ്ടിന്യൂസ് ലൈവ് കണ്ടുകൊണ്ടിരുന്നാൽ രണ്ടാമത്തെ ദിവസം തീരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എവിടെയെങ്കിലും രേണുവിനെ ബിഗ് ബോസ് ലൈവിൽ കാണാൻ പറ്റിയാൽ ഭാഗ്യം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഇതിലും രേണുവിനെ കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ലൈക്ക് കണ്ണാടിയിൽ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ കാര്യങ്ങൾ ആളുടെ മാത്രമായിട്ടുള്ള സംസാരം അപ്പൊ ഒട്ടും ആക്റ്റീവ് അല്ല. അതിനകത്തൊരു കമന്റ് ഉണ്ട്, ബി മെറ്റീരിയൽ അല്ല രേണു, അതിനെ പുറത്തോട്ട് വിട്ടാൽ പുറത്ത് അതിന് ഒരുപാട് കണ്ടന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതൊരു കമന്റ് ആണ്. എനിക്കും ഭയങ്കര റിലേറ്റഡ് ആയിട്ട് തോന്നി. എല്ലായിടത്തും എല്ലാവരും ഫിറ്റ് ആവണമെന്നില്ല. സോ മേ ബി ഷീ കാൺ ഡു ഷീസ് നോട്ട് ഓക്കെ വിത്തിൻ ബിഗ് ബോസ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആളുടെ വൈബ് എന്ന് പറഞ്ഞാൽ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഫൈറ്റും ഒച്ചപ്പാടും ഒരു കോമ്പറ്റീഷൻ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മസ്താനി കയറിയപ്പോ തന്നെ രേണുവിനെ അടിച്ചിട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് മസ്താനിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സും ഉണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നന്നായിട്ട് കളിക്കുമെന്ന് വിചാരിച്ചൊരു വ്യക്തി അകത്ത് പോയിട്ട് ഇവിടെ ഇത്രയും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ട് അകത്ത് പോയപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം രേണുവിനെ സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടും ആൾ ഭയങ്കര സൈലന്റ് ആയിട്ട് പോവാണ്. കാണാനേ ഇല്ല. ലിറ്ററലി പല പ്രാവശ്യം ഞാനും ഇവിടെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് രേണു എവിടെ എന്നൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മസ്താനി കയറി വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു സംഭവമാണ് സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അറിഞ്ഞല്ലോ, ആര്യന് കൊടുക്കേണ്ടത് കൊടുത്തു, നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചു. അത് ലാലേട്ടൻ ചോദിച്ചതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിൽ ലാലേട്ടനോട് കളിക്കുക എന്ന് പറയുന്നുണ്ട്. അതൊരു ഓപ്പൺ ചലഞ്ച് തന്നെയാണ്. ഓപ്പൺ ചലഞ്ച് തന്നെയാണ്. കാരണം എല്ലാവരും ചോറാണ് കഴിക്കുന്നത്. ഈ ഒരു ഡൂക്കിലി സംസാരം അല്ലെങ്കിൽ കാല് നിലത്ത് കുത്തിയിട്ട് വേണോ എണീക്കാൻ, നിലത്ത് കുത്തിയിട്ട് എണീക്കുമ്പോൾ വിരല് നിലത്ത് കുത്താമോ പതിയാമോ എന്നൊക്കെയുള്ള ഒരുമാതിരി അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരിനും മേ ബി ഹീറോയിസം ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ക്രിഞ്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താ, അപ്പൊ വൈൽഡൊക്കെ കയറിയിട്ടുണ്ട്. വീണ്ടും ഒരു നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഇവരും അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കും, ഇവരുടേതായ ഓൺ കണ്ടന്റ് ഉണ്ടാക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ അനീഷിനെ തുടക്കം തൊട്ടേ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ആളുടെ ക്യാരക്ടർ ഇതാണോ അതോ ആള് ബി മെറ്റീരിയൽ ആയി മാറുന്നതാണോ എന്നാണ് എന്റെ വിശ്വാസം. ബി മെറ്റീരിയൽ ആണെന്നാണ്. എന്നാലും ഹീസ് എ ഗുഡ് പ്ലെയർ.